ഇപ്പോൾ സീരിയലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, ഒരു കഥാപാത്രം തന്നെ ഇത്രയും വർഷങ്ങൾ അല്ലേ, ഒരു ഏകദേശം 8-9 വർഷം ചെയ്യുമ്പോൾ സിനിമയെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരേ കഥാപാത്രമാകും അതിന്ന് പെട്ടെന്ന് ഇപ്പം ചില നടിമാരൊക്കെ പറഞ്ഞേക്കാറുണ്ട്, ചില ആഴത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ മാസങ്ങളൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ അവിടെ നിന്ന് മാറി പിറ്റേ ദിവസം വേറെ സിനിമയ്ക്ക് പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ല ഒരേ വർഷം ഇത്രയും ആണ്. പക്ഷെ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എന്തോ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞ മോളെ ഈ അഭിനയം മാത്രമല്ലല്ലോ, നമ്മൾ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയ ഭാരമാണ് ഇല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് എന്നെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് മനസ്സിലാവും. അത് 100,000 ടെൻഷൻസിലൂടെയാണ് നമ്മുടെ ലൈഫ് പോണേ. അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു അവയിൽ പരുവത്തിൽ പോകുമ്പോൾ ആരാണ് ഇറങ്ങി പോട്ടെ എന്ന് ചിന്തിക്കാത്തത്? അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടന്നാൽ പൊട്ടിപ്പോവും. അപ്പം നമ്മൾ എവിടെ കളയണം അവിടെ കളഞ്ഞിട്ട് പോരുക, നെക്സ്റ്റ് എന്താണോ അതിലേക്ക് വരിക, എന്നിട്ട് അതും കളയുക. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നുള്ളതാണ്. എന്തെങ്കിലും മനസ്സിൽ നമ്മൾ എന്ന് വെച്ച് തുടങ്ങിയോ ലൈഫ് പോക്ക. ഇപ്പൊ ചേച്ചി ലൈഫിൽ മനസ്സിൽ വെച്ചിട്ട് പോകാനാണെങ്കിൽ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് ഭാരം കൂടി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. ഈ യാത്രയിൽ കിട്ടുന്നതെല്ലാം അവിടെ തന്നെ വെച്ചോണ്ടിരുന്ന് നമുക്ക് ഭാരം കൂടിക്കൊണ്ട് വരിക. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ എടുത്തങ്ങ് മാറ്റി വെക്കുക, ആവശ്യമുള്ളത് വെക്കുക, യാത്ര മുന്നോട്ട് പോവുക. ഇപ്പൊ ചേച്ചി പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഈ 10-26 വർഷങ്ങൾ കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയെടുത്താണ് ചേച്ചിയെ കണ്ട് കഥാപാത്രങ്ങൾ എഴുതുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഈ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള ഒരു യാത്ര. അതെങ്ങനെയായിരുന്നു ചേച്ചി? ആ ഒരു സ്ട്രഗിളിനെ എങ്ങനെ എന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ തന്നെ ഇപ്പം ചിലപ്പോൾ നമുക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇതിനപ്പുറത്തേക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് ഇപ്പൊ നമ്മളൊന്നും കഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. ഒരു കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് അടച്ചുറപ്പില്ലാത്ത റൂമും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു സിറ്റുവേഷനിൽ മക്കളെ വീട്ടിലൊറ്റയ്ക്ക് ഇട്ടിട്ട് പോയി ദൂരെ കിലോമീറ്ററുകളോടെ നടന്നു പോയി ജോലി ചെയ്ത് കല്ല് പിറക്കുകയും പാറ ചുമക്കുകയും പാറ പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന, ഒരു വെയിലത്ത് റോഡിൽ പണി ചെയ്യുന്ന ഇല്ലേ, നമ്മളെ റോഡിലൊക്കെ ഒരു വെയിലത്ത് റോഡിൽ പണി ചെയ്യുന്ന എത്രയോ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്, സ്ത്രീകൾ എത്രയോ പേരുണ്ട്. അവരൊക്കെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വലിയ പൊസിഷനിലാണ് ജീവിക്കണേ. അപ്പം നമ്മളിപ്പോൾ വലിയ യുദ്ധം ചെയ്തു അല്ലെങ്കിൽ കെട്ടിപ്പടുത്തു അച്ഛ ചെയ്തു മറിച്ച് ചെയ്തു എന്നല്ലൊന്നും, അതിനേക്കാൾ അപ്പുറത്താണ് അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ മനസ്സിൽ ഈ കല്ല് ചുമക്കുന്നതിനേക്കാൾ ഭാരമാണ് അവരുടെ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലിരിക്കുന്ന കഥാപാത്രത്തിനേക്കാൾ ഭാരമാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അവരുടെ വീട്ടിൽ ആ കുട്ടി സേഫാണോ, തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ അവസ്ഥ എന്താണ്, അല്ലെ അവൻ്റെ അവസ്ഥ എന്താണ്, അല്ല അവർ വല്ലതും കഴിച്ചോ. ഇപ്പം ഞാൻ ഇന്നാളൊരു അടുത്ത് വായിച്ച ഒരു ഷെഡുകൾ പോലെ കെട്ടിയ ഒരു വീട്ടിൽ മോളെ ഇട്ടിട്ട് പോയിട്ട് ആ സ്ത്രീ തിരിച്ചു വന്നപ്പോൾ മോളെ പീഡിപ്പിച്ച് ഇട്ടേക്കുന്നു ഇല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ വളരെ വളരെ സേഫാണ്. അല്ല അന്നൊക്കെ ചേച്ചി കുഞ്ഞു കുട്ടികളല്ലേ ഇവര്, ഇപ്പൊ അവര് വളർന്ന് അവർക്ക്. പക്ഷെ ഈ ഇപ്പൊ കയ്യിൽ നമുക്കിപ്പോ പൈസ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ അല്ലേ, നമ്മളെ ഓരോ അവസ്ഥകളാണ്. ഇതൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞാൻ ഇവരെ ഹോസ്റ്റലിലാക്കി. കാരണം ഹോസ്റ്റലുള്ള സ്കൂള് തപ്പിപ്പിടിച്ച് ഹോസ്റ്റലിലാക്കിയിട്ട് അതാകുമ്പോൾ ഇവർ പുറത്തിറങ്ങിയില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇവർ പുറത്ത് റോഡിലൂടെ ഇവർ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് പോലും ടെൻഷനാണ്. രാവിലെ ഇവർ ഒറ്റയ്ക്ക് റോഡിലൂടെ. ഞാൻ എവിടെയോ കേട്ടോ മോള് പറയുന്നത് അധികം കൂട്ടുകാരോടൊന്നും ചേച്ചി സമ്മതിച്ചിരുന്നില്ല. കൂട്ടുകാരോട് അല്ല, നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ പേടി എന്ന് പറഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ എന്നെ പോലെയുള്ള എല്ലാ സ്ത്രീകളും മക്കൾക്ക് വേണ്ടിയാണ് പിന്നീട് അവരൊരു കര പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരെ ഇല്ലേ. അവര് ഒറ്റയ്ക്ക് നടന്ന് അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായി നോക്കാൻ അവർ പക്വതയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ കാര്യം പിന്നെ അവരെന്ത് ചെയ്താലും നമുക്ക് ഒരു ഗൈഡിങ് മാത്രം മതി അല്ലേ. അവർക്ക് കുറച്ച് സ്നേഹം കൊടുക്കുക, അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, പക്ഷെ നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോണം, അത് മതി. പക്ഷെ അതുവരെ നമ്മൾ ഇവരുടെ കൂടെ യാത്ര ചെയ്തേ പറ്റുള്ളൂ. കൂടെ യാത്ര ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ അന്ന് ഹോസ്റ്റലിലാക്കി, ഒരു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാക്കി എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ തന്നെ
അറിയാലോ. അപ്പോൾ പുറത്തേക്ക് റോഡിലൊക്കെ ഒന്നും ഇറങ്ങണ്ട, നേരെ ക്ലാസ്സിലേക്ക് കയറുക, പിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറുക. അപ്പോൾ എനിക്കൊരു ദിവസം 2 ദിവസമൊക്കെ അവധി കിട്ടിയാൽ നേരെ പോയി വിളിക്കും, എന്നിട്ട് ഞാൻ കൊണ്ടുവരും, പിന്നെ ഞാൻ കൊണ്ടുപോയാക്കും. 2 ദിവസം അവധി കിട്ടിയാലും ഞാൻ വരും, വന്നിട്ട് അവരെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തിയിട്ട് വിടും. പിന്നെ ഞാൻ പോകും, പിന്നെയും കൊണ്ട് അവിടേക്ക്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും അമ്മയുടെ അടുത്ത് ഞാൻ നിർത്തൂല, കാരണം അദ്ദേഹം അമ്മ കൊണ്ടേ ആക്കാനൊന്നും നിൽക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ശനി ഞായറൊക്കെ ആണെങ്കിൽ അമ്മയോട് വരാൻ പറയും. അപ്പോൾ വീട്ടിൽ ഇവർ പുറത്ത് പോകണ്ടല്ലോ ഇവർക്ക്, അപ്പം അമ്മ ഉണ്ടാവും വീട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന അമ്മമാരാണ് ലോകത്തുള്ള എല്ലാ അമ്മമാരും. അതെ അതെ.